വേണു, ഇനി ഒരു രക്ഷയുമില്ല എന്ന അവസ്ഥയിലായിപ്പോയല്ലോ ഇന്ത്യ മുന്നണിയുടെ കാര്യം. ശില്പി എന്ന് അവകാശപ്പെടാവുന്നതാണ് നിതീഷ് കുമാറിനെ. പക്ഷേ നിതീഷ് കുമാർ കൂടി കളം മാറിയതോടെ ഇനി എന്ത് സാധ്യതയാണ് ഉള്ളത്? അല്ല മഞ്ജുഷ, അങ്ങനെ എഴുതി തള്ളാനുള്ള ഒരു ഘട്ടമായിട്ടില്ലല്ലോ. കാരണം ഇന്ത്യ മുന്നണി എന്ന് പറയുന്നത് ഞങ്ങൾ 28 കക്ഷികൾ ചേർന്നിട്ടുള്ള ഒരു സംയുക്ത മുന്നണി. ആ മുന്നണിയിലെ ഒരു കക്ഷി മാത്രമാണ് JDU എന്ന് പറയുന്നത്. അപ്പോ ആ ഒരു കക്ഷി അവരുടെ ഒരു രാഷ്ട്രീയ സാഹചര്യത്തിൽ അല്ലെങ്കിൽ സമ്മർദ്ദത്തിൽ അവർ മാറി എന്നുള്ളത് കൊണ്ട് ഇന്ത്യ സഖ്യം അത് തകർന്നുവെന്നോ അല്ലെങ്കിൽ ഇന്ത്യ സഖ്യത്തിന് പ്രസക്തിയില്ല എന്നുള്ളത് അങ്ങനെ ഒരു വിലയിരുത്തലിലേക്ക് ഇപ്പോൾ നമ്മൾ കടക്കേണ്ട ഒരു ഘട്ടമായിട്ടില്ല. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒന്ന്, ഇന്ത്യ സഖ്യത്തിലെ കക്ഷികൾ എന്ന് പറയുന്നത് അതൊരു ആന്റി BJP ഫോഴ്സാണ്. BJPക്കെതിരെ നിൽക്കുന്ന ശക്തികൾ എന്നുള്ളതാണ്. ഒരുപക്ഷെ ഒരു എന്താ പറഞ്ഞ 92 വരെയുള്ള ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ 91 വരെ ഉള്ള ഇന്ത്യൻ രാഷ്ട്രീയത്തിന്റെ ഒരു ഘടന എന്ന് പറഞ്ഞാൽ കോൺഗ്രസ് വിരുദ്ധ ശക്തികൾ എന്നുള്ളതാണ്. അത് കുറച്ചുകൂടി തുടർന്ന് ഒരുപക്ഷെ ഇപ്പൊ 2014 വരെ ഒരു കോൺഗ്രസ് വിരുദ്ധ ഫോറം എന്നുള്ള നിലയിൽ നിന്നു. പക്ഷേ ഇപ്പോ സ്ഥിതിവിശേഷം എന്ന് പറയുന്നത് BJP വിരുദ്ധ ശക്തികളാണ്. ആ BJP വിരുദ്ധ ശക്തികളായ രാഷ്ട്രീയ പാർട്ടികൾ ഇപ്പോഴും ഞങ്ങളോടൊപ്പമുള്ള 28-ൽ നിന്ന് ഒന്ന് പോയി 27 രാഷ്ട്രീയ പാർട്ടികളും ഞങ്ങളോടൊപ്പം നിലനിൽക്കുന്നു എന്നുള്ളതാണ്. പിന്നെ എന്തുകൊണ്ടാണ് ഇപ്പോൾ നിതീഷ് കുമാറിനെ പോലെ ഒരാള് ഇത്ര പെട്ടെന്ന് ഇങ്ങനെ ഒരു രാഷ്ട്രീയ തീരുമാനം എടുക്കാൻ കാരണം എന്ന് ചോദിച്ചാൽ 2 കാരണങ്ങളുണ്ട്. ഒന്ന്, നിതീഷ് കുമാറിന് തന്റെ ശക്തിയേക്കാൾ തന്റെ ദൗർബല്യത്തെക്കുറിച്ച് നല്ല ബോധ്യമുള്ളയാണ്. കാരണം ബീഹാർ നിയമസഭയിലെ 243 അംഗ നിയമസഭയിലെ ഒന്നാമത്തെ കക്ഷി ഇപ്പോഴും RJD ഒന്നാമത്തെ കക്ഷി എന്ന് പറയുന്ന RJD ആണ് 79 സീറ്റും, രണ്ടാമത്തെ കക്ഷി 78 സീറ്റുമായിട്ട് നിൽക്കുന്ന BJPയും, മൂന്നാമത് മാത്രമാണ് 45 സീറ്റുകളുള്ള ഈ JDU എന്ന് പറയുന്നത് ജനതാദൾ യുണൈറ്റഡ് എന്ന് പറയുന്ന കക്ഷി. അപ്പോ ബീഹാർ നിയമസഭയിൽ തന്നെ അദ്ദേഹത്തിന്റെ പാർട്ടി എന്ന് പറയുന്നത് മൂന്നാമത്തെ പാർട്ടിയും അദ്ദേഹത്തിന്റെ പാർട്ടിയേക്കാൾ ഇരട്ടി സീറ്റുകൾക്ക് അടുത്തുള്ള 2 പാർട്ടികൾ ഇപ്പോഴും അവിടെ നിൽക്കുന്നു എന്നുള്ളത്. പിന്നെ പല തന്ത്രങ്ങളിലും അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ കൗശലത്തിൽ അദ്ദേഹം മുഖ്യമന്ത്രിയായി ദീർഘകാലം തുടരുന്നു എന്നുള്ളതും ഒരു യാഥാർത്ഥ്യമാണ്. പക്ഷേ ശ്രീ സേനാപതി വേണു, താങ്കൾ പറഞ്ഞു ഇത് അത്ര വലിയ കാര്യമൊന്നുമല്ല, ഇന്ത്യ മുന്നണി സഖ്യത്തിൽ ഇപ്പോൾ ഒന്ന് പോയി എന്നത് മാത്രമേ ഉള്ളൂ എന്ന്. പക്ഷെ ആ ഒന്ന് എന്നുള്ളത് വളരെ വലുതാണ്. അല്ല, ഈ മുന്നണിയെ രൂപവൽക്കരിക്കുന്നതിൽ ഏറ്റവും പ്രധാനപ്പെട്ട പങ്ക് വഹിച്ചത് രാഹുൽ ഗാന്ധി അല്ല, നിതീഷ് കുമാറാണ്. ആദ്യം മമതയും കേജ്രിവാളും ഒന്നും സന്നദ്ധരായിരുന്നില്ല. അവരെ എല്ലാം പോയി കണ്ട് ഈ മുന്നണിയിലേക്ക് കൂട്ടിക്കൊണ്ട് വന്നത് നിതീഷ് കുമാറാണ്. അദ്ദേഹം വടക്ക് മാത്രമല്ല തെക്കോട്ടും സഞ്ചരിച്ചാണ് ഇങ്ങനെയൊരു മുന്നണിയെ ചരടിൽ കോർത്തത്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കണ്ണി അറ്റുപോകുന്നു എന്ന് പറഞ്ഞാൽ ചിതറിത്തെറിക്കുന്നു എന്നത് തന്നെയാണ്. അതല്ല ഞാൻ എന്നെ ഒന്ന് പൂർണ്ണമായിട്ട് പറയാൻ അനുവദിക്കുക. ഒന്ന്, ഈ നിതീഷ് കുമാറിനെ ഇന്ത്യ മുന്നണിയുടെ ഒരു നേതാവായിട്ടൊന്നും ആരും ഉയർത്തി കാണിച്ചില്ല. ഇന്ത്യ മുന്നണിയുടെ നേതാവായിട്ട് അദ്ദേഹത്തെ ഉയർത്തി കാണിക്കണം എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിന്റെ പാർട്ടിയുടെ സംസ്ഥാന അധ്യക്ഷൻ KC ത്യാഗിയാണ് പറഞ്ഞത് ഞങ്ങളുടെ നേതാവിനെ ഒന്നാമത്തെ പാർട്ടിയായിട്ട് ഉയർത്തി കാണിക്കണം എന്നുള്ളത്. ഇനി നിതീഷ് ഇന്ത്യ മുന്നണിയിൽ ഇന്ത്യ മുന്നണിയിൽ ഇനി നിതീഷിന്റെ ഒരു വെല്ലുവിളി എന്താണെന്ന് ചോദിച്ചാൽ, അദ്ദേഹം നിൽക്കുകയായിരുന്നുവെങ്കിൽ ഇന്ത്യ മുന്നണിയിലുള്ള അദ്ദേഹത്തിന്റെ വെല്ലുവിളി എന്ന് ചോദിച്ചാൽ, അദ്ദേഹത്തിന്റെ പാർട്ടിക്ക് ഇപ്പൊ ബീഹാറിലുള്ള സീറ്റുകൾ 17 ഉണ്ടോ. 40 അംഗ ബീഹാർ പാർലമെന്റിൽ അദ്ദേഹത്തിന് ഉള്ള സീറ്റുകളുടെ എണ്ണം എന്ന് പറയുന്നത് 17ആണ്. ഇനി ഇന്ത്യ മുന്നണിയിൽ അടുത്ത തെരഞ്ഞെടുപ്പ് കഴിയുമ്പോഴേക്കും ആര് ജയിക്കും എന്നുള്ളതൊന്നും അതൊക്കെ പിന്നീട് നമുക്ക് പ്രവചിക്കാവുന്ന. പക്ഷേ അദ്ദേഹത്തിന്റെ പാർട്ടിയേക്കാൾ വലുതായിട്ടുള്ള ഏറ്റവും ചുരുങ്ങിയത് 3-4 പാർട്ടികൾ ഇന്ത്യ മുന്നണിയിൽ ഉണ്ടാകും. കോൺഗ്രസിനെ വിടും. മമതാ ബാനർജിയുടെ പാർട്ടി 42 സീറ്റുള്ള ബംഗാളിൽ നിന്ന് നിൽക്കുന്നു. 39 പ്ലസ് പോണ്ടിച്ചേരി ചേർത്ത് കഴിഞ്ഞാൽ 40 സീറ്റുള്ള തമിഴ്നാട്ടിൽ നിന്ന് സ്റ്റാലിൻ നിൽക്കുന്നു. ഞാൻ പറഞ്ഞു വന്നത്, ഈ ഇന്ത്യ മുന്നണിയിലെ ഒരു സീറ്റ് വിഭജനത്തിന്റെ ഒരു തോത് വെച്ച് നോക്കിക്കഴിഞ്ഞാലും നികേഷിന് പരമാവധി ലഭിക്കാൻ പോകുന്ന ഇപ്പോഴത്തെ 17 എന്നുള്ളത് ചിലപ്പോൾ 1-2 സീറ്റുകൾ കൂടിയിരിക്കാം. ഇനിയിപ്പോ ഇന്ത്യ മുന്നണിയിലാണ് നിൽക്കുന്നത്. ഇത് ഓരോരുത്തരും പോകുമ്പോഴും ഇങ്ങനെയുള്ള കണക്കുകൾ താങ്കൾ അവതരിപ്പിക്കാറുണ്ട്. നേരത്തെ മമതാ ബാനർജി ബംഗാളിൽ സഖ്യത്തിന് തയ്യാറല്ല എന്ന് പ്രഖ്യാപിച്ചപ്പോഴും പഞ്ചാബിൽ ആപ്പ് ഒറ്റയ്ക്ക് മത്സരിക്കുമ്പോഴും എല്ലാം ഇതേ കണക്കുകളാണ് വരുന്നത്. ഞാൻ താങ്കളിലേക്ക് വരാം. ശ്രീ ജി ഗോപകുമാർ, അവിടെ മഞ്ജുഷ അവിടെ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ ഈ സംസ്ഥാനങ്ങളിലെല്ലാം NDA മുന്നണിയിലെ ഘടകകക്ഷികളാണ് മത്സരിക്കുന്നത്. അവിടെ BJP അല്ല ശക്തി, അവിടെ NDA മുന്നണിയിലെ അവർ ജയിച്ചാലും തോറ്റാലും ഇന്ത്യ മുന്നണിയിലെ ഘടകകക്ഷികളാണ് അവിടെ മത്സരിക്കുന്നത്. അതായത് ഇനി ആം ആദ്മി പാർട്ടിയും കോൺഗ്രസുമാണ് പഞ്ചാബിൽ മത്സരിക്കുന്നതെങ്കിലും പശ്ചിമ ബംഗാളിൽ കോൺഗ്രസും തൃണമൂൽ കോൺഗ്രസുമാണ് മത്സരിക്കുന്നതെങ്കിലും അവിടെ മത്സരിക്കുന്ന കക്ഷികൾ എന്ന് പറയുന്നത് ഇന്ത്യ. മത്സരത്തിന്റെ ഘടന മാറുമല്ലോ ശ്രീ സേനാപതി വേണു. നേരിട്ടുള്ള ഏറ്റുമുട്ടലിന് പകരം അല്ല,
ഇന്ത്യ സഖ്യമില്ലെങ്കിൽ നേരിട്ടുള്ള ഏറ്റുമുട്ടലിന് പകരം ത്രികോണ മത്സരത്തിലേക്ക് വഴിമാറും. അവിടെ ചിതറിത്തെറിക്കുന്നത് ആരുടെ വോട്ടുകളാണ്? BJP വിരുദ്ധ വോട്ടുകളാണ്. അതുകൊണ്ട് തന്നെ കഴിഞ്ഞ തവണത്തെ പോലെ 18 സീറ്റുകളിലേക്ക് വേണമെങ്കിൽ ബംഗാളിൽ വരാം. ശ്രീ സേനാപതി വേണു, BJPക്ക് ശരി. അങ്ങനെയാണ് എങ്കിൽ പശ്ചിമ ബംഗാളിൽ എന്തുകൊണ്ടാണ് മമതാ ബാനർജി പറയുന്നത് ഞാൻ ഒറ്റയ്ക്ക് നിൽക്കാം, എനിക്ക് അവിടുത്തെ 42 സീറ്റുകളിൽ ഒറ്റയ്ക്ക് നിൽക്കാൻ എനിക്ക് താല്പര്യമുണ്ട് എന്ന് പശ്ചിമ ബംഗാളിൽ മമതാ ബാനർജി പറയുന്നത് എന്താ? ഇന്ത്യ മുന്നണിയിലെ ഒരു കക്ഷിയുമായ CPM-ഉമായിട്ട് ചേർന്ന് സഖ്യം ഉണ്ടാക്കുന്നതിനേക്കാൾ നല്ലത് മമതാ ബാനർജിക്ക് അവിടെ ഒറ്റയ്ക്ക് നിൽക്കുന്നതാണ് ശരി, ഞാൻ താങ്കളിലേക്ക് വരാം. ശ്രീ ജി ഗോപകുമാർ,